ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പെറ്റൂണിയ പ്ലാന്റുകൾ മൊത്തം റീപ്ലാന്റ് ചെയ്യേണ്ട ടൈമായിട്ടോ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെംസും ആ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ആ ഹെൽത്തിയൊക്കെ പോയിട്ട് വളരെ കരിഞ്ഞ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആവണതിന് മുമ്പ് തന്നെ നമ്മൾ ആ പ്ലാന്റിനെ റീപ്ലാന്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു തണ്ട് പോലും റീപ്ലാന്റ് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടത്തില്ല. കാരണം അതിൻ്റെ സ്റ്റെംസ് മൊത്തം ഇങ്ങനെ വെള്ളമൊന്നുമില്ല, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ടൊരു കാര്യമില്ല, കാരണം അത് പിടിക്കത്തില്ല, മൊത്തം അങ്ങോട്ട് കരിഞ്ഞങ്ങോട്ട് പോകത്തേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ആ റൂട്ട് മൊത്തം ഇങ്ങനെ പോയിട്ടുണ്ട്. ആ സ്റ്റെംസ് മാത്രം ഇങ്ങനെ തൂങ്ങിയ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇതിന് വളങ്ങളൊന്നും അങ്ങനെ കിട്ടണില്ല, അതുകൊണ്ടാണ് ഇതങ്ങനെ കരിഞ്ഞങ്ങോട്ട് പോണത്. ഇനി നമുക്കിത് റീപ്ലാന്റ് ചെയ്തെടുക്കാം കേട്ടോ. ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇത്. നാടൻ പെറ്റൂണിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് റീപ്ലാന്റ് ചെയ്ത് വെക്കണേണ്. വേനൽക്കാലം കഴിഞ്ഞപ്പോൾ മഴക്കാലമായി. അപ്പോഴും ഇത് ഇത് സീസണൽ പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം എപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാലും ഇത് പിടിക്കുന്നുണ്ട്, നല്ലോണം ഫ്ലവേഴ്സും ഉണ്ടാവുന്നുണ്ട്. മഴയത്ത് ഇതിപ്പോൾ ശരിക്കും മഴ കൊള്ളണ ഭാഗത്താണ് ഞാൻ വെച്ചേക്കണത്, എന്നാലും കുഴപ്പമില്ലാണ്ട് അത് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സ്റ്റെംസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ളത് കരിഞ്ഞതെല്ലാം നമുക്ക് അങ്ങോട്ട് കളഞ്ഞു കൊടുക്കാം. പിന്നെ ഈ മണ്ണും മാറ്റി പുതിയ മണ്ണ് നമുക്ക് എടുക്കണം. കൽപ്പൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ എടുക്കാറ് എപ്പോഴും. ഞങ്ങളുടെ ഇവിടെ കൽപ്പൊടിയാണുള്ളത്, അല്ലാണ്ട് സാധാ മണ്ണില്ല. അപ്പോൾ അതിലേക്ക് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വളമായിട്ട് ചാണകപ്പൊടിയുടെ വെള്ളം, കലക്കിയ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്കിതിങ്ങനെ കുത്തി ഇതുപോലെ മൊത്തം നമ്മൾ കുത്തിക്കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു 5-6 എണ്ണമെങ്കിലും പിടിക്കത്തുള്ളൂ. അല്ലാതെ 2-3 എണ്ണം കുത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ ഈ പ്ലാന്റിന്. കാരണം അത് നമ്മൾ ഈ കുത്തണതെല്ലാം പിടിക്കണമെന്നില്ല, കുറേയൊക്കെ ചീത്തായി പോകും. പിന്നെ ഇത് നമുക്കിപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് ഹാങ് ചെയ്ത് അങ്ങോട്ട് ഇട്ടുകൊണ്ടാൽ മതി. അധികം വെയിൽ അങ്ങനെ ഇപ്പോൾ ഈ ടൈമിൽ ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇതിപ്പോൾ മഴക്കാലം ആയത് കാരണം അങ്ങനെ വെയിൽ വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണത്. പിന്നെ വെള്ളം നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി, ഇപ്പോൾ നട്ടേക്കണ കാരണം കേട്ടോ. അല്ലെങ്കിൽ ഈ പ്ലാന്റിന് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റെംസൊക്കെ അങ്ങോട്ട് ചീഞ്ഞു പോവേ. ഇതെല്ലാം ഞാൻ മാറ്റി കൊടുക്കണേനെ. അപ്പോൾ ഈ ഭാഗം മൊത്തം ഞാനിപ്പോൾ നട്ടിട്ടുണ്ട്. പിന്നെ 2 ഒരു പോട്ടും കൂടി ഇരിക്കുന്നുണ്ട്, അതിലേക്ക് ടേർട്ടിൽ വൈൻ നടാമെന്ന് വിചാരിച്ചിരിക്കണേനെ. ഇതിപ്പോൾ പിടിച്ച് കിട്ടാൻ വേണ്ടി ഇനിയിപ്പോൾ 2 ആഴ്ചയൊക്കെ പിടിക്കും നല്ലതുപോലെ റൂട്ട്സൊക്കെ വന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. അതുവരെ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കണം, അത്രയും ചെയ്യത്തുള്ളൂ. പിന്നെ വെള്ളം 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കും. ഈ 2 പോട്ടിൽ മാറ്റിയിട്ട് അതിനകത്തേക്ക് ടേർട്ടിൽ വൈൻ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ടേർട്ടിൽ വൈൻ. വെയിലതൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, മഴക്കാലം ആകുമ്പോഴേക്കും നല്ലതുപോലെ പിടിക്കും. എല്ലാവർക്കും താങ്ക് യു.